الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധ റമദാനിന്റെ മഹത്തരമായ അനുഗ്രഹങ്ങൾ, കാരുണ്യങ്ങൾ, മാപ്പ് നൽകൽ, വിട്ടുവീഴ്ച ചെയ്യൽ എല്ലാം നൽകുന്ന അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തിയാൻ കഴിയുമാറാകട്ടെ. മുസ്ലിങ്ങളെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെല്ലാം പിശാചിന്റെ വിഭാഗം ആളുകളുണ്ടോ ആളുകളെ മുഴുവനും അള്ളാഹു ഇടപെട്ട് ആവശ്യമായ നടപടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തുള്ള നല്ലൊരു ശതമാനം ആളുകൾ, മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, ഭാര്യമാരാവട്ടെ, ഒരുപാട് ആളുകൾ സങ്കടത്തിലും പ്രയാസത്തിലും പവിത്രമായ പരിശുദ്ധ റമദാന്റെ മഹത്തായ പതിവുകൊണ്ട് അള്ളാഹു അവരുടെ എല്ലാം മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും റബ്ബ് പരിഹാരം നൽകുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ വിശുദ്ധരിൽ വിശുദ്ധരാവണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ 100% മനുഷ്യന് വിശുദ്ധനായി ജീവിച്ചു മരിക്കാൻ അല്പം പ്രയാസം ഉണ്ടാവും. ആ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇബാദത്തുകൾ വെച്ചത്. ഖുർആൻ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മനുഷ്യന് നീചവും നികൃഷ്ടവുമായ എല്ലാ തരം പ്രവർത്തനങ്ങളിലും തടയും. അത് തടയാത്ത നമസ്കാരമാണ് നമ്മളത് എങ്കിൽ നമ്മൾ നമസ്കരിച്ചിട്ടില്ല. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം തീരുമാനമായി.
നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചോളം അയാൾ കളവ് പറയാൻ പാടില്ല, അല്ലേ? ഒരു മോശമായ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. നോമ്പിനെ പറ്റി പറഞ്ഞ റസൂൽ എന്താ പറഞ്ഞത്? മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ തഅമഹു വശറാബഹു. ഒരു മനുഷ്യൻ ചീത്ത വാക്കുകളും കളവായ വാക്കുകളും ഒഴിവാക്കാതെ അയാൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹ്ക്കൊരു കാര്യം അതിന്റെ പണിയും കഴിഞ്ഞു. നമ്മളൊക്കെ ഇത്രയും ദിവസം നോമ്പ് വെച്ച് എത്ര കളവ് പറഞ്ഞിട്ടുണ്ടാവും? ഒരാവശ്യമില്ല കളവ് പറയും. നമുക്ക് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, എന്നാലും കളവ്. കാരണം കളവ് പറയാന്നുള്ളത് ഒരു മുനാഫിക്കായ ഈമാൻ കൽവിലില്ലാത്ത ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ട. റസൂൽ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖ്, കപട വിശ്വാസിയുടെ അടയാളം സലാസത്ത്, 3 കാര്യം അവനക്കുണ്ടാവും. ഒന്ന് ഹിദാ ഹദ്ദസ ഖദബ, സംസാരിച്ച കളവ് പറയും, തൊള്ളക്കർക്ക് കളവ് പറയാം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പറഞ്ഞിട്ടുണ്ടാവും? ഇതാ ഹദ്ദസ ഖദബ വൈദാ വാദ, വാഗ്ദം ചെയ്താൽ അഖ്ലഫ ലംഘിക്കും. ഇന്ന കാര്യം ചെയ്യാം, അല്ലെ ഇന്ന ഡേറ്റിൽ തരാം, അല്ലെ ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്, ഒക്കെ ലംഘിക്കും. ഇനിയോ ഒരു ഖാന, വിശ്വസിച്ച് എന്ത് കാര്യം പറഞ്ഞാലും ചെയ്താലും ഏൽപ്പിച്ചാലും വഞ്ചിക്കും. വിശ്വസിച്ച് ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ല ഈ മുനാഫിക്കിന്. ഇതിലൊക്കെ നമ്മൾ പെടുണ്ടോ നോക്കാം. ഇനിയോ 4മതൊരു ഒരു ഭാവം കൂടി നബി പറഞ്ഞു, അത് ഹാസമ ഫജറ. ലോകത്തിൽ നടക്കുമ്പോൾ ഭയങ്കര നല്ല വർത്താനം പറയും. അയാൾ പൊന്നുപോലത്തെ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, ഈമാനുള്ള മനുഷ്യനാണൊക്കെ പറയും. തെറ്റിയാലോ എല്ലാം നെറികേടും അയാളെ പറ്റി പറയും. അത് നമുക്കുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ എന്തായി? വഴിവിട്ടുപോയി, മുനാഫിക്കായി. മുനാഫിക്കായാലോ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയത്തട്ടില്ല. ഓരോ പ്രത്യേകം എന്തായാലും ഒരു നല്ല പണമൊക്കെ ചെലവാക്കും, സക്കാത്തൊക്കെ കൊടുക്കും മുനാഫിഖീങ്ങൾ. അല്ല പറയാ, വല്ലതീന യുംഫിഖൂന അംവാലഹും റിആഅന്നാസ്, കൊടുക്കുന്ന ആളെ കാണിക്കാനേ കൊടുക്കുള്ളൂ, അല്ലാണ്ട് ആ പടച്ചവന് കൂടിയിട്ടല്ല. അതുകൊണ്ടാണ് റിആഅന്നാസ്, ജനങ്ങളെ കാണിക്കുക. വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടാവില്ല, നല്ലോണം ചെലവാക്കും. നിങ്ങൾ അങ്ങനെയാണോ നോക്കുക? നിങ്ങളെ കൂട്ടുകാരങ്ങനെയാണോ? നിങ്ങളെ കുടുംബം അങ്ങനെയാണോ? നിങ്ങളെ ബന്ധുക്കൾ അങ്ങനെയാണോ ചെലവാക്കുന്നത്? പരിശോധിക്കുക. എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. നമ്മളാരെയും മുനാഫിക്കിന്റെ അർത്ഥം കൊടുക്കാനോ നമ്മളാർക്കും നരകത്തിൽ ഏറ്റവും തട്ടിലാണോ ഉണ്ടാകുക എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അതൊക്കെ റബ്ബാതിരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതല്ലാതെ ആവാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അത് അങ്ങനെ ആവാൻ പിശാച് പണിയെടുക്കും. അതിൻ്റെ അല്ല പറയണ്ടില്ലേ, ഒമൻ യക്കുലി ശൈത്താൻ ലഹു കരീന, ആർക്കെങ്കിലും അള്ളാഹു പിശാചിനെ കൂട്ടുകാരനായി കൊടുത്താൽ, പിശാചിനെ കൂട്ടുകാരനായി അള്ള കൊടുത്ത ആളെ ഈമാൻ നഷ്ടപ്പെടുക, ഓൻ നിഫാക്ക, അപ്പൊ കാപ്പറ്റയായി. ആർക്കെങ്കിലും അള്ളാഹു പിശാചിനെ കൂട്ടുകാരനായി നൽകിയാൽ ഫസാ കരീന, ആ കൂട്ടുകാരൻ വളരെ മോശമാണ്. ആ കൂട്ടുകാരൻ അവനെ നരകത്തിൽ എത്തിച്ചേർക്കും, അതുവരെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പോക്കാൻ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതെല്ലാ തെറ്റുകളും നമുക്ക് തിരുത്തി തരാനും പാപം പുറത്തു തരാനൊക്കെ അവസരങ്ങൾ അല്ലാതെ ഒരുപാട് തരുന്നുണ്ട്. അതിൽ ഒരവസരം എന്താണ്? അതിൽപ്പെട്ട ഒന്നാണ് നോമ്പ്, അല്ലെ? നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധർമ്മം നിർവഹിച്ചിരുന്ന മാസം. നബി സാധാരണ ധർമ്മം നിർവഹിക്കും, പക്ഷെ കാന അജ്വദ് ഫി റമദാൻ, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദായിരിക്കും. അജ്വദ് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ. അതെങ്ങനത്തെ? കറീഹിൽ മുർസൽ, അടിച്ചു വീശുന്ന കാറ്റ് പോലെ ആണ്. ഒരു നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈ പൈസ ഉള്ള ആളല്ല. നിങ്ങൾ ചോദിക്കട്ടെ, സക്കാത്ത് കൊടുക്കുന്നവരൊക്കെ പൈസക്കാരാണ്? പൈസക്കാരല്ല, പണം ഇല്ലാത്തവരാ കൊടുക്കുക. നമ്മൾ വാങ്ങാൻ വേണ്ടി മാത്രം അതിനായിട്ട് വസ്ത്രവും രൂപവും സംസാരവും രീതിയും ഉണ്ടാക്കി നടത്തുകയാണ്. നമുക്ക് കിട്ടണം, അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം പരലോകത്ത് വരുമ്പോഴേ മുഖത്ത് മാംസം ഉണ്ടാവില്ല. ഇവിടുന്ന് നല്ല ചിരിച്ച് കളിച്ച് എല്ലാവർക്കും പൈസ വാങ്ങിയിട്ട് സൂക്ഷിച്ചോളി. കൊടുക്കുന്ന കൈയാണ് ഏറ്റവും ഉത്തമമായ കൈ, അല്ലേ? അതുകൊണ്ടാണ് ഒരേ കാരണം കൊടുക്കാൻ കുറച്ച് പ്രയാസം, വാങ്ങാൻ
എല്ലാ സ്ഥലങ്ങളിലും ഉളുപ്പും മാനും ഇല്ലാണ്ട് ആളുകളുണ്ടാവും. റമദാൻ വന്നാൽ നമുക്ക് തോന്നുന്നുണ്ട് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇറക്കാനുള്ള മാസമാണ് തോന്നിപ്പോകും അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഇത് ഇറക്കുന്നവർക്കും വാങ്ങുന്നവർക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, പകരം നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സ് ശുദ്ധാവില്ല. ഇവനെ കാണുമ്പോൾ തന്നെ നമ്മളെ കൊടുക്കുന്നവന്റെ മനസ്സ് കൂടി അവന്റെ പഠിച്ചവനെ ആളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഇയാൾ പള്ളിന്റെ മുമ്പിൽ അല്ലേ കൊടുക്കുന്നത് തോന്നാറില്ലേ? സംഗതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ മനസ്സിലത് തോന്നിയിട്ടുണ്ട്. എന്താ കാരണം? നമ്മളുള്ളത് പോയി, നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തു, പക്ഷെ നമുക്ക് കൂലി ഉണ്ടാവില്ല. കാരണം ഓന്റെ നമ്മളെ ഉള്ളിൽ എന്താ, ഇവനൊന്നും വാങ്ങാൻ അർഹനല്ല. അർഹനുള്ളവർക്ക് വാങ്ങാം, അതിനാണ് അല്ലാതെ വെച്ചത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ള് കേടുവരാൻ പാടില്ല. ഉള്ളു നന്നാവണം എന്തുകൊണ്ടെന്ന് പറയാം. അല്ല പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സല്ലാവു ജനിക്കുമ്പോ തന്നെ ഉണ്ടാക്കിയത്. നമ്മളെ ജനിക്കുമ്പോ ഉമ്മാന്റെ ഗർഭാർത്ഥത്തിൽ നമ്മൾ അള്ളാഹു സന്നിവേശിപ്പിച്ചപ്പോൾ നമ്മളെ മനസ്സിനെ അള്ളാഹു എന്താക്കി പറയും, ഒരു നെഫ്സിനകത്തുണ്ടാക്കി. ആ നെഫ്സ് അന്ന് മിടിക്കാൻ തുടങ്ങിയതാണ്, മരിക്കുന്നവരെ മിടിക്കും അല്ലെ? ആ നെഫ്സിനെ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത് എന്താ കൂട്ടിയല്ലേ അത് ഉണ്ടാക്കുമ്പോ അതിൽ ആദ്യത്തെ ഫുജൂറ തമ്മാടുത്തം. നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ ആദ്യം ഇട്ടത് തമ്മാടുത്തം. ഇപ്പൊ തക്കുവാഹ ശേഷം എന്ത് ചെയ്തു? ധർമ്മം, തക്കുവയും. അപ്പൊ കുറച്ച് തമ്മാടുത്തവും കുറച്ച് തക്കുവ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മള് ഫണ്ടമെന്റൽ ബേസാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, അപ്പൊ നമ്മളെ മനസ്സിലാക്കത്ത് ഇട്ട് കണ്ട് നമ്മളെ സൃഷ്ടിക്കല. അതാണല്ലോ പരീക്ഷ ചെയ്താണ്ട് എന്തെയ്യാ നമുക്ക് MBBS സർട്ടിഫിക്കറ്റ് കിട്ടൂല കേട്ടോ. പരീക്ഷ എന്ത് വേണം? MBBS പഠിക്കണം. പഠിക്കുക എന്ത് വേണം? ഉറക്കം ചെയ്യണം. ഉറക്കം കഴിഞ്ഞാൽ വെറുതെ ഉറക്കം കഴിഞ്ഞെത്താൻ മതിയോ? പോരാ, ഗ്രന്ഥങ്ങൾ വാങ്ങണം അല്ലെ? ക്ലാസ്സിൽ പങ്കെടുക്കണം, അധ്യാപകന്റെ ക്ലാസ് ശ്രമിക്കണം, പഠിക്കണം, ഇതൊക്കെ വേണം. ഒരുപാട് ത്യാഗമുണ്ട്. അല്ലാണ്ട് ഒരു ത്യാഗവും ഇല്ലാണ്ട് MBBS സർട്ടിഫിക്കറ്റ് ചെയ്തോ ഇല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് സർട്ടിഫിക്കറ്റ് തരൂല. അത് തന്നെ എന്ത് വേണം? നിങ്ങൾ പരീക്ഷ, ഞാൻ നിങ്ങളൊക്കെ ഒരു പരീക്ഷ, ആ പരീക്ഷ നടക്കുന്ന ഭാഗമാണ് എന്ത്, നമ്മളെ മനസ്സിന്റെ അർത്ഥത്തിൽ രണ്ടുമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നിസ്കരിക്കാനും നോമ്പ് വെക്കാനും ഖുർആൻ ഓതാനും സക്കാത്ത് കൊടുക്കാനും സദഖ ചെയ്യാനും ഉംറക്ക് പോകാനും എല്ലാം ആണോ? അല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള എപ്പോഴും പിശാചിനെ സന്തോഷിക്കുന്ന പ്രവർത്തനം ഏറ്റവും ഇഷ്ടം അല്ലെ? എല്ലാ തക്കമുള്ള ആളുകൾക്കും അതാ തോന്നും. ഇപ്പൊ റമദാൻ വന്നാലും അതിന്റെ അനുബന്ധ ഒരു പെരുന്നാളുണ്ട്. അപ്പൊ നമുക്ക് എന്താ തോന്നുക? പെരുന്നാളിന്റെ ഡ്രസ്സ്, പെരുന്നാളിന്റെ യാത്ര. എന്നിട്ടോ അതിനൊരു ആയത്തും സീറോ ഫില്ലർ, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം എന്ന് ഖുർആനിലുണ്ട്. അങ്ങനെ ഖുർആനില് ഭൂമി സഞ്ചരിക്കാൻ പറഞ്ഞാൽ രാജ്യത്ത് അല്ലാഹു നടത്തിയ അപകടങ്ങൾ, രാജ്യം അല്ലാഹു തകർത്തെറിഞ്ഞ രാജ്യങ്ങൾ നിങ്ങൾ കാണുകയും അത് പഠിക്കുകയും, അല്ലാതെ നിങ്ങൾ ഊട്ടി പോയി ഗോവയിൽ പോയി കളിക്കാൻ വേണ്ടി സീറോ ഫില്ലറിൽ രാജ്യത്തെ ഏറിയാണ്. ചിലരങ്ങനെ ഭാര്യയും മക്കളേക്ക് പോകും, ഈ ആയത്തോടെ കിട്ടും സീറോ ഫില്ലർ. അതിന് ബാക്കി എന്താ? കൈഫഖാന ആക്കിബത്തിൽ മുക്കദ്ദിബീൻ, അള്ളാനെ തള്ളിക്കളഞ്ഞ ആളുകളുടെ പര്യവസാനം എന്തായിരുന്നു പഠിക്കാനാ പറഞ്ഞു. അവിടേക്ക് പോകും അല്ല. ലോകത്തെ അള്ളാഹു നശിപ്പിച്ച വിഭാഗം ആളുകൾ ചെടിയിട്ട് കേൾക്കോട്ട് പോകാൻ, അതിനാണ് പോകുന്നത്. ചെറുപ്പക്കാർ കുട്ടികൾ 30 ദിവസം നോമ്പ് നോക്കിണ്ടാവും. പെരുന്നാളിന്റെ അന്ന് പ്ലാൻ ചെയ്യുക. +1 +2 ഒക്കെ എത്തിയ മക്കളെ അത് മോനെ പോണ്ടെന്ന് പറഞ്ഞാലോ അവന്റെ വാപ്പാനും അവന്റെ ഉമ്മനെയൊക്കെ അവൻ കാണുന്നത് ഏറ്റവും വലിയ പിശാചായി. ഇവരൊന്നും ഈ രണ്ടെണ്ണം ജീവിക്കുന്ന കാലം നമുക്ക് നമ്മളെ കൂട്ടുകാർ ഇപ്പൊ എന്താ പറഞ്ഞ രാത്രി 2 മണി 12 മണിക്കൊക്കെയാണ് ചാടിക്കാൻ പോകും. ഇപ്പൊ പുതിയ ചെറുപ്പക്കാരെ നമ്പറ അതാണ് എല്ലാവരും വൈബ് ഉണ്ട്. ഇപ്പൊ നോമ്പ് നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. എന്താ താടിയൊക്കെ വെച്ച് നല്ല തൊപ്പിയൊക്കെ വെച്ച് നല്ല എന്താ പറയാ അള്ളാന്റെ ഇഷ്ടപ്പെട്ട കുട്ടിയാന്ന് തോന്നിപ്പോവുക. സാധനമല്ല. സാധനം എന്താണെന്ന് പറയാം, കത് അഫ്ലാമൻ ജക്കാഹ, വിശുദ്ധാവൻ. വിശുദ്ധാവൻ എന്ത് വേണം? ഇപ്പൊ കുറെ ചെറുപ്പക്കാരുണ്ട് ശമ്പളം കിട്ടിയാൽ സക്കാത്തൊക്കെ കൊടുത്താലോ ക്ലീനായിട്ട്. അങ്ങനത്തെ കുട്ടികളുണ്ട് അല്ലേ? നമ്മളൊന്നും ചെറുപ്പത്തിൽ നമ്മൾ 5 ദിവസം കൊടുക്കൂലായിരുന്നു. ഓരോ പ്രായത്തുള്ള ഓരെന്ത് ചെയ്യുന്നുണ്ട്? ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ഉമ്മൻ്റെ അടുത്ത് ബാപ്പനടുത്ത് പൈസ കൊടുക്കുക, സർക്കാർ ദിവസം കൊടുത്താണ് കണക്കൂട്ടിട്ട് കൊടുക്കുക. ലേഖനങ്ങൾ ഉണ്ട്. നമ്മളൊക്കെ ആ പ്രായത്തിൽ കൊടുത്തിരിക്കും. അപ്പൊ എന്താ കാരണം? അതിന്റെ കാരണം അവർ ജീവിക്കുന്ന കാലം എന്നാൽ ധാർമ്മികമായി വളരെ ഉന്നതമായ നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്ന പള്ളികളും സ്ഥാപനങ്ങളും
അതുപോലെ ക്യാമ്പുകളും സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അവർ ജീവിക്കുന്നു. നമ്മൾ ജീവിച്ചാലോ സുബൈക്കും കൂടിയും രണ്ട് കൈയും പിടിച്ചു വെച്ച് കിടന്നുറങ്ങുന്ന കാലത്തെ നമ്മളെ കഴിച്ച് ബാപ്പി എണീക്കൂല, ഉമ്മി എണീക്കൂല, ഉടുത്തത് പോച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? ഓർമ്മയിലേക്ക് ഓരോ ഇപ്പൊ അങ്ങനെ ആരും ഇല്ലല്ലോ. നിങ്ങൾ കാണുന്നു എവിടെയും ഉടുത്തത് പോച്ച് കിടക്കണല്ലേ? എന്താ കാരണം? ഇപ്പൊ എല്ലാവരും നിസ്കാരവും ദീനും ഒക്കെ ഉള്ളതല്ല. മുമ്പ് അങ്ങനല്ല. മുമ്പ് നിസ്കരികൾ ആകെ പൊരേന്ന് ഇപ്പം മയ്യത്ത് കൊണ്ടുപോകാനായതാണ് പള്ളിക്ക് പോകുക, അല്ലാത്തൊന്നും പള്ളിക്ക് പോകില്ല. അതൊക്കെ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ വന്ന മാറ്റങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹു സംവിധാനിച്ചു. എങ്ങനെ? ഫാൽഹമഹ ഫുജൂറ, അതിൽ തമ്മാടുത്തൊട്ട് തക്വാഹ തക്വിട്ടു. രണ്ടുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ജനിക്കുമെന്നല്ല. ഇനി ഇത് ഏത് ശരിയാക്കണം എന്നുള്ള തീരുമാനിക്കേണ്ട നമ്മളാ. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ മനസ്സിനെ വിശുദ്ധമാക്കിയവരാരോ അവർ വിജയിച്ചു, അവർക്കാക്കും ഉണ്ടാവും. വഖദ് ഖാബ, തോറ്റുപോയി, പരാജയപ്പെട്ടു. മൻ, ഒരു വിഭാഗം. ആരാണ്? ദസ്സാഹ, മനസ്സിനെ മലീമസപ്പെടുത്തി. ആദ്യം ഉണ്ടായിരുന്ന ആ തെമ്മാടുത്തല്ല, അതിനെ പ്രോഗ്രസ് ഉഷാറാക്കി. കള്ളുടിച്ചു, കഞ്ചാവ് വലിച്ചു, പലിശക്ക് കൊടുത്തു, വഞ്ചിച്ചു, പറ്റിച്ചു, ആളുകളുടെ മുമ്പിൽ ഒറ്റപ്പാട്, ഇന്നതൊന്നും പറയാനില്ല, അത്രമാത്രം. അതിൻ്റെ ഇടയിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കിയാലോ കുറെ ആളുകൾ വയ്യാതെ കൂടെ ഉണ്ടാവും അല്ലെ? കുടുംബത്തിലായാലും പൈസ കൈമുണ്ടായാലും അപ്പൊ അതുമായി. പിന്നെ ആ പൈസ കൊണ്ട് നാട് മുഴുവൻ കുട്ടിച്ചോറാം. എല്ലാ സന്ദർഭങ്ങളിലും പിശാചിനെ സംഭവിപ്പിച്ചു അവിടെ ഇല്ലേ? കിട്ടിയ പൈസ കൊണ്ട് എന്ത് ചെയ്തു? ഫുഡ് വരെ, ഇപ്പൊ റമദാനിന് വരെ ഫുഡ് എന്താ? പൈസ കൈമുണ്ടായാലും ലാ തുബത്, ദുർവ്യയം ചെയ്യാൻ പാടില്ല. നമ്മള് പലജാതി ഫുഡാ അത് ഉണ്ടാക്കി പഠിക്കുന്ന നമ്മളെ പെണ്ണുങ്ങള്. വേറൊരു പണിയില്ല, ഇബാദത്തൊന്നുമില്ല. നോമ്പ് തുറക്കാൻ നേരത്തുള്ള ഫ്രൂട്ട്സുകൾ എങ്ങനെ അരിഞ്ഞു വെക്കണം, ഫ്രൂട്ട്സ് എങ്ങനെ അരിഞ്ഞു വെക്കണം, അത് പുഷ്പം പോലെ ആക്കണം അല്ലേ? ബത്തക്കയൊക്കെ അങ്ങനെയൊക്കെ ആക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല പെണ്ണുങ്ങൾ, എൻ്റെ പെണ്ണുണ്ടല്ലോ നല്ല കൈപ്പുണ്യമുള്ള പെണ്ണ, അങ്ങനത്തെ ഫുഡാ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വയറ്റിന്റെ അകത്തേക്ക് നല്ല ടേസ്റ്റി ഫുഡ് വന്നാൽ ആ ഭാര്യനെ പറ്റി നല്ല അഭിപ്രായം അല്ലേ? അതല്ല വേണ്ടത്. ഫുഡൊക്കെ എന്താ? ഇന്നൽ മുബദിരീൻ കാനു ഇഖ്വാന ശയാത്തീൻ, അവര് പിശാചിന്റെ കൂട്ടുകാരാണ്. ആര്? ഈ ദുർവ്യയം ചെയ്യുന്നത്. നമ്മളെ പറയുന്നുണ്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ആവശ്യമുള്ളത് ഉണ്ടാക്കാം, ഫ്രൂട്ട്സ് തിന്നാം. പക്ഷെ അതൊന്നല്ല നമ്മളെ വിഷയം. നമ്മളെ വിഷയം ഒരു ടേബിൾ മുഴുവനും ഫ്രൂട്ട്സ്, ഒരു ടേബിൾ മുഴുവനും മറ്റുള്ള, അതിപ്പോ ഇന്നൊന്നുമില്ല. മുസ്ലിങ്ങളുടെ നോമ്പ് തുറന്ന ഇഫ്താർ ചേമ്പ്, ഇഫ്താർ ക്യാമ്പാണല്ലോ, രണ്ട് പേർക്കൻ ചേമ്പും ക്യാമ്പും ഒക്കെ. അതിന് വരെ എങ്ങനെ അപ്പൊ ഫുഡ് അല്ലേ? പിശാചിനെ സംഭവിപ്പിക്കും. എന്താ കാരണം? മറ്റവരുടെ ഇതിലേറെ ഉഷാറേ. അപ്പൊ ഇവിടെ ഉഷാർ ആരാ നോക്കാന്? അള്ളാഹ്ക്ക് തൃപ്തിയുണ്ട്, അതൊരു കൂലിട്ടാനൊന്നല്ല. ആണോ? നിങ്ങൾ നോക്കേണ്ടി. എല്ലായിടങ്ങളിലുള്ള കഥ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്നത്, മനസ്സിനെ ദുഷിപ്പിച്ചാൽ അവൻ പരാജയപ്പെടും. അപ്പൊ നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കാനോ ഖുർആൻ ഒരുപാട് വഴി പറഞ്ഞു. അതിലൊരു വഴി എന്താ? സദക്കയും ദാനധർമ്മം. അതിപ്പോ നമ്മൾ ചെയ്യുന്ന ടൈമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ദാനധർമ്മം നിർവഹിക്കുന്ന മാസമാണ് മുസ്ലിംകളേത്? പരിശുദ്ധ റമദാൻ. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, അയ്യു സദഖത്തി അഫ്ളൽ, ഏറ്റവും പ്രതിഫലാർഹമായ ശ്രേഷ്ഠമായ ദാനധർമ്മം എപ്പോഴാണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല സദഖത്തുൻ ഫി റമദാൻ, റമദാനിൽ നിർവഹിക്കുന്ന ദാനധർമ്മമാണ് ഏറ്റവും അഫ്ളൽ. അങ്ങനെ സദഖത്തുൻ ഫി റമദാൻ. അതുകൊണ്ടാണ് എല്ലാവരും റമദാനില്, അല്ലാണ്ട് എല്ലാവരും സക്കാത്തിന്റെ കാലാവധി തികയുന്ന, നിസാബ് തികയുന്ന റമദാൻ ആയതുകൊണ്ടല്ല. പിന്നെന്താ? റമദാനിന് കൂടുതൽ അഫ്ളല സക്കാത്ത്, സദഖയും സക്കാത്തും കൊണ്ടല്ലോ. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബ്, വിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയോളം സദഖ ഒരാൾ നിർവഹിച്ചാൽ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ്, അള്ളാഹു വിശുദ്ധമായതല്ലാതെ സ്വീകരിക്കില്ല. അപ്പൊ നിങ്ങളെ കയ്യിൽ ഹറാമായൊരു പൈസ ഉണ്ട്, അത് നിങ്ങൾ സർക്കി കൂട്ടുക, കൂലിയുണ്ടാവില്ല. ഹറാം ഒരു പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? റമദാനിന് ഉംറക്ക് പോയ ഹജ്ജിന്റെ കൂലിയാണ് അല്ലേ? പക്ഷെ
ഹറാമായ ഒരു പൈസ കൊണ്ടാണ് നിങ്ങൾ ഉംറക്ക് മാർക്കയിലോ ഉംറക്ക് പോയെങ്കിലോ കിട്ടൂല. എന്താ കാരണം? ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബ, അള്ളാഹു വിശുദ്ധമായതല്ലാതെ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, ആ ഹറാമായ പണം കൊണ്ട് ഉംറ നിർവഹിക്കുകയോ സദഖ നിർവഹിക്കുകയോ അള്ളാഹ് സ്വീകരിക്കൂല. അതിന് പുറമെന്താ? നിങ്ങൾ ആ പണം ചെലവഴിച്ച് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹ് ദുആ സ്വീകരിക്കൂല. അതങ്ങനെ റസൂലുള്ള പറഞ്ഞു, മനുഷ്യൻ ഹറാമായ മുതൽ സമ്പാദിച്ച് അതിലൂടെ അള്ളാഹിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഉംറക്ക് പോയിട്ടോ യമുദ്ദു യദൈഹി ഇല സമാ, രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി, എന്നിട്ട് കണ്ണീരോടുകൂടി റബ്ബിനോട് തന്റെ കഴിഞ്ഞു പോയ ഇന്നലകളിലെ പാപങ്ങൾ കൊടുക്കാൻ റബ്ബിനോട് പറഞ്ഞു. അല്ലാഹ് പറയാ കൂല. എന്താ കാരണം? അവന്റെ ഷറാബ് മത്അമു ഹറാം വമശ്റബു ഹറാം വമൽബസു ഹറാം ഉദിയ ബിൽ ഹറാം ഫഅന്ന യുസ്തജാബു ലഹു. അവൻ ഇട്ടിരിക്കുന്ന ആ പ്രാർത്ഥിക്കുമ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഹറാം. അവൻ അതുവരെ തിന്നു വളർന്ന് വലുതായത് ഹറാമായ ഭക്ഷണം. ഹറാമായ ഭക്ഷണം തിന്ന് വലുതാതാ ആ നാവ് കൊണ്ടുപോകാൻ വേർന്നാൽ ഫഅന്ന യുസ്തജാബു ലഹു, ഓൻ കൊടുക്കുന്ന ഉത്തരം കിട്ടുക. റസൂൽ പറയാ, കൈയൊക്കെ ഉയർത്തിയിട്ടുണ്ട്, കണ്ണീരോട് വേർന്നുണ്ട്, കിട്ടൂല. ഇപ്പൊ എന്ത് വേണം? തിന്നതും കുടിച്ചതും ഉടുത്തതും ഒക്കെ എന്താവണം? ഹലാലാവും കേട്ടോ. അതല്ലേ ആണോ എന്ന് പരിശോധിക്കുക. വെറുതെ കുറെ പട്ടിണി കയറുന്നു. ചിലരൊക്കെ എന്ത് ചെയ്തു പറയാം, ഇപ്പം റമദാനിനൊക്കെ കംപ്ലീറ്റ് ആൾക്കാർ ഉംറക്ക് പോകാം. ഇപ്രാവശ്യം കുറച്ച് ഉംറക്ക് പോകുന്നത് കുറവാണ്. അതിന് കാരണം കുറെ പിശാചുക്കൾ രാജ്യം അപകടത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നിന്ന് തരുന്നത്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും നന്നാക്കി സംസാരിക്കാനോ ഞാൻ ഈ കുത്ത് ഉപയോഗിക്കില്ല. ഒരുപാട് തകരാറുകൾ പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടാവും. മനുഷ്യന്മാർ അള്ളാഹുവിൽ നിന്ന് അകന്നു എന്നുള്ള ഒരു സത്യം. ഇബാദത്തുകൾ പോലും അള്ളാഹിനോട് അടുക്കാനല്ല, അതൊക്കെ നമ്മളെ വലുപ്പത്തിലാണ്. സൂക്ഷിക്കുക. അതുകൊണ്ട് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, നിങ്ങൾ യഥാർത്ഥത്തിൽ ഹറാമല്ലാത്ത ഹലാലായ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ധനം ചെലവഴിക്കുകയും അള്ളാഹ് സ്വീകരിക്കുകയും ചെയ്താൽ, വലത് കൈയോട് സ്വീകരിക്കുകയും ചെയ്താൽ, സുമ്മ യുറബ്ബിഹ ലിസായിബിഹ കമാ യുറബ് അഹദുക്കും ഫുറൂഹു ഹത്താ തകൂന മിസ്ലൽ ജബൽ. അള്ളാഹു നിങ്ങൾ ചെലവഴിച്ച ചെറിയ പൈസ ഉണ്ടല്ലോ, ചെറിയ പൈസ 5 റുപ്യാവാ, അത് നിങ്ങൾ ഹലാലായതാണ്, നിങ്ങൾ തൃപ്തിയോട് കൂടി കൊടുത്താണ്, അള്ളാഹിന്റെ കൂലി കിട്ടാൻ വേണ്ടി കൊടുത്താണ് എങ്കിൽ അള്ളാഹു ആ 5 റുപ്യ വളർത്തും. അങ്ങനെ കമാ യുറബി അള്ളാഹ് വളർത്തുന്നത് പോലെ ഫുലൂഹു തന്റെ കുട്ടി നമ്മൾ കുട്ടികളെ വളർത്തില്ല, അതുപോലെ അള്ളാഹ് നമ്മൾ ഈ 5 റുപ്യ വളർത്തും. എന്നിട്ട് ഏതുവരെ എത്തും? ഹത്താ തകൂന മിസ്ലൽ ജബൽ. ആ 5 റുപ്യ പരലോകത്തെത്തുമ്പോളെ പർവ്വതം പോലെ വലുതായിട്ടുണ്ടാവും. എങ്ങനെ വലുതായിട്ടുണ്ടാവും? കൊടുത്തത് 5 റുപ്യ, പക്ഷെ പർവ്വതം പോലെ ആയിരുന്നു. എന്താ കാരണം? അതിന്റെ ഖുശൂഉം അതിന്റെ തഖ്വയും അതിൽ നിഫാഖില്ല ഒരല്പം പോലും. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ആ നിലക്ക് കിട്ടണം എന്നുള്ളവർക്ക് നമ്മൾ അധ്വാനിച്ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധർമ്മം നിർവഹിച്ചിരുന്ന റമളാനാണെന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ദാനധർമ്മം നിർവഹിച്ചാൽ റസൂലുള്ള പറയാ, ഇന്ന സദഖത തുത്ഫിഉ വലബർ. റബ്ബ് ദേഷ്യം പിടിക്കുന്ന ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നവരാണ്. ഹറാമുകളെ അള്ളാഹ് ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ. ഹറാമ് ചെയ്യുന്നത് ഇപ്പൊ ചിലപ്പോ ഉണ്ടാവും പോകലില് ബാങ്കിലെ കാർഡ് ഹറാമേ ഇപ്പൊ ഉണ്ടാവും. എന്താ നമ്മൾ പറയാറിയോ? ഇതൊന്നും ഒരു നിവൃത്തികേടുകൊണ്ടാണ്. ഒരു ഷോപ്പില് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നതൊക്കെ പലിശ ഇടപാടാണ് അല്ലെ. അപ്പോ അറിഞ്ഞും അറിയാതെയും നിരന്തരമായി ഹറാമുകളുമായി ജീവിക്കുന്നു. അങ്ങനെ അതിനിടയിൽ ഒരു ദിവസമാണ് നമ്മൾ യാത്ര. അപ്പൊ എല്ലാരും കൂടി മയ്യിത്ത് സ്കെച്ച് അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നല്ല സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ മയ്യിത്ത് സ്കെച്ചാനും കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ. അവർക്കപ്പോൾ ആത്മാർത്ഥമുള്ളതെന്നല്ല, ഓൽ വേർക്കാൻ വന്നതാ. എന്താ കാരണം? ഓലെ ബാക്കിയുള്ളവർ കാണണം, ഞാൻ വന്നിരുന്നു. എല്ലാം രോഗം കാണാൻ പോകുന്നത് കാപ്പറ്റ, നിസ്കരിക്കാൻ പോകുന്നത് കാപ്പറ്റ. ഇതിൽ വളരെ കുറഞ്ഞ ആൾക്കാർ. അതുകൊണ്ടല്ലോ റസൂൽ പറഞ്ഞ 1000 ആള് ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോൾ ഒരൊറ്റ ആളെ സുഹൃത്തുക്കളുണ്ടാവും. 999 ആൾ നരകത്തിൽ.
ഒരാൾ നിസ്കരിച്ചില്ലാന്നല്ല കാരണം പറഞ്ഞു, ഒരാൾ സർക്കൊടുത്തില്ലാന്നല്ല പറഞ്ഞു, ഓരോന്നും സ്വീകരിച്ചില്ല. 1000 ആള് മരിക്കുമ്പോൾ ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടു, 999 ആളിനകത്ത് വരെ കടക്കട്ടെ. ഭയപ്പെടണ്ടേ? ആ ഒരാളിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹു അങ്ങനെ ഉൾപ്പെടുത്തിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സദഖ തുത്ഫി ഗളബർ റബ്ബ്, റബ്ബിന്റെ കോപം. ഹറാമുകൾ ചെയ്യുമ്പോൾ അള്ളാഹ് കോപിക്കും. ആ ഹറാമുകൾ അള്ളാഹു തുത്ഫിയു, അള്ളാഹു ഇല്ലാതെയാക്കും. അത് ആ കോപം ശമിപ്പിക്കും അള്ളാഹ്. അതെങ്ങനെ? സദഖയിലൂടെ. സദഖ ചെറിയ പൈസ ആയിരിക്കും, പക്ഷെ അത് വളരെ ആത്മാർത്ഥത്തോട് ചെയ്താൽ ചെറുത് മതി. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങളുടെ ഹറാമുകളാണ് അള്ളാഹു എന്ത് ചെയ്ത് മാപ്പാക്കുന്നത്. അങ്ങനെ ഇന്ന സദഖത തുത്ഫി ഗളബർ വതദ്ഫഉ മീതത്തസു, അപകട മരണത്തിൽ തടയും. ആക്സിഡന്റ് മരണമൊക്കെ അതൊക്കെ തടയും. എന്ത് ദാനകർ ആരെങ്കിലും ചിന്തിക്കേണ്ടതൊക്കെ എന്തെങ്കിലും സ്വതക്ക് കൊടുക്കുമ്പോ ഉണ്ടോ? ആ നീയത്തുണ്ട് നമുക്ക് അപകട മരണം തടയാനൊന്നുമില്ല. നമ്മള് വരുന്നുണ്ട് എന്ത് വരുന്നുണ്ട്? അപകട മരണം. നമ്മളെ ഉള്ളിലുള്ള വരുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വരെ ഇരിക്കുക. നമുക്ക് മുഷിപ്പ വരെ കാണുമ്പോ അല്ലേ? അപ്പോ റസൂലുള്ള പറയാ മീതത്തസു, ഏറ്റവും അപകടകരമായ മരണം അതിലൂടെ തടുക്കും കേട്ടോ. പിന്നെ ഇനി മറ്റൊന്ന് റസൂലുള്ള പറയാ, സദഖ കൊടുക്കുന്ന ആളുകൾ എന്നാൽ ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ ദപ്പാണ്ട് കൊടുത്ത് അതോടി കഴിഞ്ഞു. അത് അങ്ങനല്ല, അത് മരണം വരെ കൊടുത്തുകൊടുക്കും. അല്ലാണ്ട് ഒരു ദിവസം റമളാനിന് കൊടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. റമളാനിന് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും അഫ്ളലായ സദഖ ഫി റമളാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ മിക്കവാറും ആൾക്കാർ റമളാനിന് കുറച്ച് ആദ്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന പോലെ ആയിരിക്കും അല്ലേ? എല്ലാവരും അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇനി നോക്കുമ്പോൾ ഒരു മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ റസൂൽ പറയാ, ഇന്ന സദഖത്തല്ല തുത്ഫി അഹ്ലിഹ ഹറൽ ഖുബൂർ, ഖബറിന്റെ അകത്തുള്ള ചൂട്. മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ഇവൻ പാപിയാണെങ്കിൽ ആ ഖബറിലേക്ക് നരകത്തിന്റെ ചൂടെത്തും. ആ ചൂടിനെ തടുക്കും ആര്? ഈ സദഖ. അപ്പൊ ആ നെയ്യത്തോടുകൂടി കൊടുക്കാം, അപ്പോഴേ അത് വിശുദ്ധാവും കേട്ടോ. പിന്നെ പരലോകത്തെത്തുമ്പോഴോ ഖബറിന് ഈ ചൂടൊക്കെ തണുത്തു, അവസാനം അള്ളാന്റെ വിളിക്ക് ഉത്തരം കേട്ട് നമ്മൾ പരലോകത്തെത്തിയാലോ, മുഅ്മിൻ യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സദഖത്തി, നാളെ പരലോകത്ത് വിശ്വാസിയായ മനുഷ്യൻ പരലോകത്തെത്തുമ്പോൾ മാഴ്സാമുറ്റത്ത് ഇയാൾ നിൽക്കുക. ഫീ ളില്ലി സദഖത്തി, തന്റെ സദഖയുടെ തണലില്ല. സദഖക്ക് ഒരു തണലുണ്ടാവും, സദഖ കൊടുത്തതിന് തണലുണ്ടാവും. ആ തണലിലാണ് ആര് നിൽക്കുക? ഈ പരലോകത്ത്. ചെറിയ അനുഗ്രഹങ്ങളല്ല, നമ്മൾ അള്ളാഹുവിന്റെ കോപം തടുക്കാൻ ഒക്കെ നമുക്ക് അവസരമുണ്ട്. ആ നിലക്ക് അത് വിശുദ്ധമായി നിർവഹിക്കാൻ കഴിയണം. പിന്നെ ഇനി മറ്റൊരു വരി കൂടി പറയട്ടെ, ഇതൊക്കെ ചെലവഴിക്കാൻ എന്ത് വേണം? നല്ലൊരു വിശാലമായ മനസ്സ് വേണം അല്ലെ? ഖുർആൻ പറഞ്ഞതാണ്, വല്ലദീന യക്നിദൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സംഭരിച്ചു. മരിക്കുന്നവരെ പൈസ ഉണ്ടാക്കുന്ന പണിയാണല്ലോ അല്ലെ? നിൽക്കൂല ഒരു നേരം പോലും. നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരോട് ചോദിച്ചു, നിങ്ങൾ പൈസ മതിയായിരിക്കണം? ഇല്ല, നേരം പോലത്തെ ഇറങ്ങ, അതിന് പൈസ വേണോ? എന്തിനാത്? കുടുംബം പോറ്റാണോ? അല്ല. ഒരു നേരത്തെ വയറ് ചെയ്യാനാണോ? അല്ല. ഭാര്യ മക്കളെ പോറ്റാനോ? അല്ല. പിന്നെ ആർക്കെയും ചെറുപ്പക്കാനോ? അതുമല്ല. എന്തിനാ? പൈസ ഉണ്ടാക്കിയേക്കണം. അല്ലജീ ജമാ മാലഹു അല്ലെ? അവൻ ധനം ശേഖരിച്ചു, എന്നിട്ടോ അർദ്ധര ഇടക്കിടക്കിട്ട് എണ്ണി വെക്കും. അല്ല പറയാ, പൈസ സമ്പാദിച്ചു, എന്നിട്ട് അർദ്ധര അത് ഇടക്കിടക്ക് എണ്ണി നോക്കും. ചിലവർക്ക് എണ്ണാനല്ല ഉണ്ടാകുക, ചിലവര് കമ്പ്യൂട്ടറിൽ നോക്കും അല്ലെ? ഓരോരുത്തരുടെ പൈസ കണക്കപ്പെടാം. അപ്പൊ അള്ളാന്റെ ഖുർആൻ അല്ലാഹ് പറയാ, വല്ലദീന യക്നിദൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സംഭരിച്ചു വെക്കുക, ശേഖരിക്കുക. എന്നിട്ടോ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അത് അള്ളാന്റെ മാർഗ്ഗത്തിൽ സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ളപ്പോ നമ്മളെ കയ്യിലുള്ള പൈസ അങ്ങനെ വന്നാലോ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ഉണ്ടാകും. വേദനാജനകമായ എന്താ? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം,
അവരുടെ സമ്പത്ത് അള്ളാഹു നരകത്തിലെ ആ പൈസ അഗ്നിയായി മാറും, അഗ്നി തീയായി മാറും. എന്നിട്ടത് എന്ത് ചെയ്യും? ഖുർആൻ പറയാ ജുനൂബും, ശരീരത്തിന് മുതുകിലും പിൻഭാഗത്തുമൊക്കെ പൊള്ളിക്കും. ഇപ്പൊ ലുഹൂറും അവരുടെ മുതുകിലും പുറത്തും. എന്നിട്ട് അല്ല പറയുന്നത് അറിയാം, ഇതൊക്കെയാണ് നീ ജീവിതത്തിൽ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചത്. അതുകൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം ഇവിടെ നിന്ന് ആസ്വദിച്ചു. ഉണ്ട് സക്കാത്ത് കൊടുക്കാണ്ട് മരിച്ചാലേ ഇതൊക്കെ ആസ്വദിക്കാണ്ട് അവിടെ. അതുകൊണ്ട് സൂക്ഷിക്കുക. ആത്താവുന്നില്ല, അള്ളാഹു നൽകിയതാണ്. നിങ്ങളാരും ഞാനും വിചാരിച്ച ഉണ്ടാവില്ല. നിങ്ങളെ കയ്യിലുള്ളപ്പോ പൈസ തന്നു, അതൊന്നും നിങ്ങൾ വിചാരിച്ച ഉണ്ടാക്കാൻ കഴിയില്ല. അത് അള്ളാഹ് തന്നതാണ്. എല്ലായിടത്തും അല്ല അങ്ങനെ പറഞ്ഞു. ഒമിന്മാർ അതൊക്കെയാണ് യോജിക്കും, നാം നൽകിയതും ചെലവായിപ്പോയി കേട്ടോ. നിങ്ങളാരും കൊണ്ടുണ്ടാക്കുന്നതല്ല, അത് തനി ഉണ്ടാകണ്ട. എത്ര ആള് ഉണ്ടാവും ചോദിച്ചാൽ ഉണ്ടാവൂല. അതൊക്കെ അല്ല തരുന്നത്. അന്ത അല്ല പറയാ എന്ത് അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നൽകിയതിൽ നിന്ന് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കേണ്ടത് ബൽഹുവ ഹൈറുല്ലഹു, അതവർക്ക് ഗുണകരമാണ്. ബൽഹുവ ഷെറുല്ലഹു, അതവർക്ക് അപകടം. പണം ചെലവഴിക്കാനൊക്കെ വലിയ ഗുണമെന്ന് ആരും വിചാരിക്കേണ്ട, അത് വലിയ അപകടം. ബൽഹുവ ഷെറുല്ലഹു സയുത്തവ്വഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ പണം സക്കാത്ത് കൊടുക്കാൻ ഉണ്ടാക്കിയ ഈ സമ്പത്ത് വലിയ അഗ്നിഗോളങ്ങളായി മാറുകയും ആ അഗ്നിഗോളം കഴുത്തിൽ കണ്ടാഭരണമായി അല്ലാഹു അണിയിക്കും. സയുത്തവ്വഖൂൻ മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പിശുക്ക് കാണിച്ച സമ്പത്ത് കണ്ടാഭരണമായി അണിയിക്കപ്പെടും. സയുത്തവ്വഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. ഇത് പണ്ട് അല്ല പറയാ, ഒരു ഓർമ്മപ്പെടുത്തൽ. വലില്ലാഹി മീറാത്തു സമാവാത്തി വല്ലാം, മനുഷ്യ നിന്റെ കയ്യിലുള്ള പണമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കയ്യിലുള്ള പണവും ഭൂമിയും ആകാശവും ഒക്കെ അള്ളാക്കാൻ നിങ്ങൾക്കാക്കില്ല. നിങ്ങൾക്കാക്കില്ല, അന്തരാകാശില്ല. ഈ കാണുന്ന പൈസയും മുതലും സമ്പത്തും പറമ്പും എസ്റ്റേറ്റും ഒക്കെ അള്ളാൻ്റെതാണ്. നിങ്ങൾ ഓരോരുത്തർ ഇട്ടേച്ച് പോയാൽ ആൾക്കാ അവകാശം നിങ്ങൾ എന്റെ മോൻക്കാരൻ, അല്ലാതെ അല്ലാത്ത. നിങ്ങളെ മോൻക്കൊക്കെ ഒരു ടൈമിൽ ചെറിയ പരിമിതമായ കുറിപ്പിട്ട സമയം, ഒരു കുറിപ്പിട്ട സമയം നിങ്ങളെ മോൻക്ക് നോക്കാം, നിങ്ങളെ മുതല് അല്ലേ. അത് കഴിഞ്ഞാലോ ഓനെ അടുത്താക്കി കൊടുക്കും, ഓനെ അടുത്താക്കും. അതുവരെ അങ്ങനെ പോവാ. വലിയ പൈസക്കാരനാണെന്നും പറഞ്ഞു ഒരു കാര്യമില്ല. അപ്പോ കയ്യിലുള്ള പൈസയിൽ നിന്ന് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം കേട്ടോ. അത് യാതൊരു മടിയും കാണിക്കണ്ട. മടി കാണിക്കുമ്പോഴാണ് അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹ്ക്കുള്ളതാണ് മറന്നുകൊണ്ടാ കേട്ടോ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് എന്തിനൊക്കെ പണം ചെലവഴിച്ചു എന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. ഈ ചിലർ ഈ പൈസ തീർക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നുണ്ട്. കുറെ കൈ പൈസ വന്നാലേ ഒന്ന് അടുക്കള ഒന്ന് നന്നാക്കണം. എന്തിന്? കുറച്ച് പൈസ അങ്ങനെ ചെലവാക്കണം, ഒരു 10 ലക്ഷം കേട്ടോ. അടുക്കള നന്നാക്കാൻ 10 ലക്ഷം. പിന്നെ ബാത്റൂം ഒന്നുകൂടി നന്നാക്കണം. ഇപ്പോഴുള്ള ബാത്റൂം ഒന്ന് പോലെ ആ ഒന്നുകൂടി നന്നാക്കണം. അതിൽ ഓരോ ഫ്ലഷുകളും മാറ്റാനുണ്ട് അല്ലേ. അപ്പൊ അതിന് 20 ലക്ഷം. അപ്പൊ 10, 20, 30 പോയി. ഞാൻ ഇതൊക്കെ തൂക്കാം. സക്കാത്ത് കൊടുക്കാണ്ടിരിക്കാൻ അതൊക്കെ ചെയ്യുന്നു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റൊന്ന് ശരിയാക്കാൻ പോലീസ് ചെയ്യാണ്ട് അതിന് 10 ലക്ഷം. ഇതൊക്കെ അല്ലേ മെയിൻ പണി. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുറ്റം നന്നാക്കിയുണ്ട് 6 അടി മണ്ണിലേക്ക് ഒരു യാത്ര അല്ലേ, ആ പെട്ടിയിൽ. വല്ലാത്ത യാത്രയാണ്. അപ്പോഴോ അപ്പൊ ഒന്നുമില്ല. ഒരല്പം പഞ്ഞിയും 3 കൊണ്ടം തുണിയുണ്ട് കയ്യിൽ, വേറൊന്നുമില്ല. ഇങ്ങനെയുള്ളത് അമൽ സാലിയാത്ത അതുമില്ല. അപ്പോഴോ ഇങ്ങനെ പോകാതിരിക്കാനാണ് അള്ളാഹു പരിശുദ്ധ റമദാനിലെ വ്രതവും അതുപോലെ തന്നെ സക്കാത്തും സദക്കയും നമസ്കാരവും എല്ലാ ഇബാദത്തുകളും നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നു. നിങ്ങളടുത്ത് വരുന്ന ഹറാമുകൾ പോലും അള്ളാഹു മാപ്പ് തരാൻ. അപ്പോൾ ആ നിലക്ക് പരമാവധി അമൽ സാലിയാത്തുകൾ ശേഖരിക്കുക. പരിശുദ്ധ റമദാനിന്റെ മഹനീയത, പവിത്രത പരമാവധി ഉൾക്കൊള്ളുക. അതിന്റെ പ്രതിഫലം പരമാവധി വാങ്ങാൻ സാധിക്കുന്ന നിലക്കുള്ള ഇബാദത്തുകളാക്കി നമ്മുടെ ഇബാദത്തുകളെ പരിവർത്തിപ്പിക്കുക. റഹ്മാനായ റബ്ബ് വന്നുപോയ എല്ലാ തെറ്റുകളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും
റഹ്മാനായ റബ്ബ് പാപികളായ നമുക്ക് അല്ലാഹു തൊട്ട് മാപ്പായി തരുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു കഴിഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു മൗഫറത്തും മറന്നിട്ടും നൽകുന്നതാണ്. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ശാന്തിയും സമാധാനവും നൽകി അല്ലാഹു അവർക്കും പരിശുദ്ധ റമളാന്റെ ഫിദിയ നൽകി, ഒരുപാട് നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ ഫിദിയ നൽകിക്കൊണ്ട് അധ്വാനിക്കുന്ന അള്ളാന്റെ മാർഗ്ഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി ആരോഗ്യത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുവാനാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أوصيكم ثانيا وإياي بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിന്റെ തൃപ്തിക്കൊത്ത് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണം എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്ന ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു. ഈ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പ്രയാസം, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. നേരെ മറിച്ച് കാപ്പറ്റോ ഇഷ്ടം പോലെ. അപ്പം ജുമാക്ക് വന്ന നമ്മളെല്ലാവരും ഇപ്പൊ ജുമാക്ക് വന്നു. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മാർക്കുകളും മലക്കിട്ടുണ്ടായി. എനിക്ക് എത്ര നിങ്ങൾക്ക് എത്ര ഉണ്ടാവുകയല്ലോ നമുക്കറിയില്ല അല്ലേ. മലക്ക് ഇവിടെ മാർക്കിട്ടുള്ളപ്പോ അതിൽ എത്ര മാർക്കിലാണ് നമ്മൾ കിട്ടിയത് നമുക്കറിയില്ല. 10 മുതൽ ആ മാർക്ക് കിട്ടുക, എത്ര കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ ജുമാക്ക്? ഉണ്ടാവുമല്ലോ അല്ലേ. 100 വരെ 700 ഇരട്ടി അതിൻ്റെ മേലെ അല്ലേ. അങ്ങനെ പറഞ്ഞില്ലേ, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അള്ളാഹു എന്ത് ചെയ്യും? മലക്കുകൾ എന്ത് ചെയ്യും? കത്തബ അള്ളാഹു എഴുതി വെക്കും. അത്രേ ഇല സബി മേത്തിൽ ഇല അള്ളാഫിൻ കിട്ടിയ 700 ഒക്കെ ഇരട്ടി ഒരൊറ്റ സൽക്കരണം ചെയ്തു. ഒരു ജുമാക്ക് വന്നതിന് 10 മുതൽ 700 5 ഇരട്ടി ഏതാ എഴുതിയെന്ന് അള്ളാഹു അല്ലേ. അപ്പോ ഈ ഒരു അവസ്ഥ നാളെ പരലോകം നമ്മൾ ചിന്തിക്കൂട്ടോ. ഇപ്പൊ ഞങ്ങളെ ചിന്തിപ്പിച്ച ഈ അവസ്ഥ, ഇപ്പൊ ഞങ്ങളെ ചിന്തിപ്പിച്ചു, ഈ ചിന്തിപ്പിച്ച അവസ്ഥ നാളെ പരലോകം ചിന്തിക്കും. അങ്ങനെ അതല്ല പറയാം, അതല്ല പറയാനല്ലോ. സൂറത്ത് ഹദീദിന്റെ സ്റ്റാർട്ടിങ്ങിൽ അള്ളാഹു പറഞ്ഞു വെച്ചു. എന്ത് പറയാം? മുനാഫികീങ്ങളായ ആളുകളും മൂമിനീങ്ങളായ ആളുകളും ദുനിയാവിൽ ഒന്നിച്ചാൽ നിൽക്കുന്നുണ്ട് അല്ലെ. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖ്. പരലോകത്തെത്തുമ്പം ഇവിടെ ഈമാനുള്ളവരുടെ കൂടെയുള്ളപ്പോ ഈ കാപ്പറ്റിയുള്ള ആണും പെണ്ണും ഉണ്ടാകും. ആണുള്ളുണ്ടാവും പെണ്ണുണ്ടാവും. വലിയ വർത്താനം പെടുന്ന പെണ്ണുങ്ങളുണ്ട് ഇല്ലേ. ഓല് വെറും ഭക്ഷണം ഉണ്ടാക്കലും ഒരു ഡ്രസ്സ് അടിക്കലും അതടിപ്പിക്കാൻ കൊടുക്കും. അതിന്റെ വലിയ ആളാകലും, ഫുഡിന്റെ മെയിൻ ആളാകലും, വസ്ത്രത്തിന്റെ മെയിൻ ആകലും, അത് സെലക്ട് ചെയ്യുന്നതിന് ഏറ്റവും മുന്തിയ ആളാകലും അല്ലേ. അങ്ങനത്തെ ഒക്കെ പെണ്ണുങ്ങളില്ലേ പറയല് ഉണ്ട്. ഓളെ കൊണ്ടുപോയാൽ മതി, ഓള് സെലക്ട് ചെയ്യാൻ ബെസ്റ്റാണ്. ഇവളെ കൊണ്ടുപോയാൽ മതി, ഫുഡ് ഉണ്ടാക്കാൻ ബെസ്റ്റാ പറയല്ലേ. നിങ്ങളെന്നെ അറിയല്ലേ, എന്റെ പരിപാടി ഉണ്ടായ എന്റെ മൂത്ത പെങ്ങളെ വിളിച്ചോ, ഓളാണ് പുട്ടുണ്ടാക്കാൻ വെച്ചാൽ. ചെറിയ പെങ്ങളെടുത്ത വെള്ളപ്പത്തിന് ഓളാണ്. അങ്ങനെ ഓരോരോ അപ്പത്തിനും ഓരോരുത്തരാ അല്ലേ. അതിലുണ്ടൊരു എളാമ, അതാണ് മയ്യത്ത് കുളിപ്പിക്കാനുള്ളത്. കഫന്ന് മയ്യത്ത് മരിച്ച എളാമനെ കൂട്ടി വിട്ടു. അപ്പൊ പുട്ടേരും പാട്ടെ, വെള്ളപ്പുകാരും പാട്ടെ. ഇതൊക്കെ നിങ്ങളെ അനുഭവത്തിൽ ഉണ്ടാവും ഞാൻ ഈ പറയുമ്പോ അല്ലേ. നിങ്ങളെ മുഖത്തുനിന്ന് ഞാൻ കാണുന്നുണ്ട് അനുഭവത്തിൽ. മരിച്ച അപ്പം നമ്മൾ ഇട്ടാജൊരു എളാമുണ്ട്. ഇതിന് നമ്മൾ ഇട്ടാജ ഈ കൊയ്യത്തുള്ളിയില്ലേ, അതിനെ വല്ലാണ്ട് പരിധി കൊടുക്കില്ല. ഈ പുട്ടും വെള്ളപ്പും ഡ്രസ്സും ഉണ്ടല്ലോ, അത് ഭയങ്കര കോപ്പുള്ള പെണ്ണുങ്ങളാണ് അടക്കം. ആ പെണ്ണുങ്ങളും ഈമാനുള്ള പെണ്ണുങ്ങളും നിസ്കരിച്ചത്, മയസ്കരിക്കാൻ കൂടിയത്, കുളിപ്പിക്കാൻ കൂടിയത്, അങ്ങനെ ഹൈറായ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ അധ്വാനിച്ചത് ആ പെണ്ണും ഇവിടെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പുട്ടും വെള്ളപ്പും അതും ഉണ്ടാവും അല്ലേ. ഇതെല്ലാം മരിച്ച് പരലോകത്തെത്തും. അവിടെ എത്തുമ്പോൾ ഒരു ഹാലൊന്ന് കേട്ടോളൂ. അല്ല പറയാം, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്. കപടവിശ്വാസികളായ പുരുഷന്മാരും കപടവിശ്വാസികളായ സ്ത്രീകളും
പറയും ആരോട്? ലില്ലതിന് ആമനു, ഇവിടെ ജീവിച്ചിരുന്ന മൂമിനികളോട്, കൂടെ ജീവിച്ച മൂമിനികളുണ്ട് അവരോട്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിലേ പറഞ്ഞില്ല എത്ര മാർക്ക് കിട്ടിയെന്ന് അല്ലാതെ, കുറഞ്ഞ മാർക്ക് കയറിപ്പതിലുണ്ടാവും, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാർക്ക് പോയാലുണ്ടാവും. ഒലക്കമ്മല പ്രസംഗം അതിന്റെ കഴിഞ്ഞ് അല്ലേ, എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചു ഞാൻ ഇല്ലാണ്ടായി. ഇങ്ങനെയൊക്കെ പറയല്, വെള്ളപ്പം പൊട്ടുന്നൊക്കെ പറയല്. എനിക്ക് പറയാൻ പാടില്ല, നിങ്ങൾ ചെയ്യുക അങ്ങനെ. ഞാൻ അങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ പഠിച്ചതിന്റെ വെള്ളപ്പം വരുന്നുണ്ട്, നമ്മളെ പോലത്തെ വെള്ളപ്പം. വെള്ളപ്പാകാൻ നടക്കുന്നതല്ലേ എന്ത് ചെയ്യും, കുറച്ച് ഈമാൻ കേട്ടു വെള്ളപ്പം പോകും അല്ലേ. അപ്പം ഭൂമികൾ എന്താ പറഞ്ഞത്? ഉള്ളൂർന്ന നമ്മളെ നോക്കണേ, മൂമിനികളായ ആളുകൾ അവിടെ എത്തി, നമ്മളെ കൂടെ നിസ്കരിച്ചവര്, നമ്മളെ കൂടെ ഉമ്രക്ക് വന്നവര്. ഒരു ടീമിന് 100 മാർക്ക് കിട്ടിയ ഒരു ടീമിന് ഒരു 0 കിട്ടി. ഈ 0 കിട്ടിയ ആൾക്കാർ 100 മാർക്ക് കിട്ടിയ ആളോട് പരലോകത്ത് പറയാൻ, നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കണേ, ഞങ്ങളെ നോക്കണേ, നെക്ത ബിസ്മിൻ നൂരിക്കും, നിങ്ങൾക്ക് അള്ള തന്ന അനുഗ്രഹത്തിന് ഞമ്മക്കും കൂടി പകുത്തു തരണം. കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടിയ സ്വർഗീയ അനുഗ്രഹത്തിന് ഒന്നും കൂടി കൊടുക്കാൻ. ഇവിടെ നമ്മൾ ഒന്നിച്ചല്ലേനോ, അല്ലും നിൽക്കും മാർക്കും നമ്മൾ ഒന്നിച്ചല്ലേ ദുനിയാവിൽ നടന്നത്. ജുമാക്ക് ഒന്നിച്ചല്ലേ, എൻ്റെ വീട്ടിന്റെ വേക്കയില്ല ഞാൻ പോയത് അല്ലേ, ഉമ്രക്ക് നമ്മൾ ഒന്നിച്ചല്ലേ പോയത്, അല്ലും നിൽക്കും മാർക്കും. അതുകൊണ്ട് എന്തേ തരി നിങ്ങൾക്ക് കിട്ടിയതിന്. അപ്പൊ എന്താ പറയാ, കീഴടച്ചു വറാക്കും, മടങ്ങണം നിങ്ങൾ മയ്യത്ത് വന്നോടത്തേക്ക്. മയ്യത്തോട് വന്നത് ഭൂമി തന്നെ, അങ്ങോട്ട് തന്നെ മടങ്ങണം. ഫൽത്തമിച്ചു 100, ഈ വെളിച്ചം ഉണ്ടാക്കേണ്ട അവിടുന്നല്ല, തരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ ബാപ്പ സ്വർഗത്തില്, മക്കള് നരകത്തില്, ഭാര്യ സ്വർഗത്തില്, ഭർത്താവ് നരകത്തില്. കൊണ്ട മോളെ എന്ന് പറഞ്ഞാൽ കിട്ടൂല, കൊണ്ട മോനെ എന്ന് പറഞ്ഞാൽ കിട്ടൂല അല്ലേ. അപ്പോ നെക്തബിസ്മിൻ നൂരിക്കും, നിങ്ങൾക്ക് അല്ല തന്ന പ്രകാശം നമ്മൾ തരുന്നതാണ്, തരാൻ കഴിയാറ്. എന്നിട്ടോ എന്താ കാരണം? അല്ല പറഞ്ഞാലോ അത് അവർക്ക് ഹറാമാണ്. അവർക്ക് ഈമാനില്ലാണ്ട് മരിച്ചു വന്ന അവിടെ ആളുകൾക്ക് ഇതിന് കൊടുക്കൽ ഹറാമാണ്, കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുള്ള ഈമാനോടുള്ള അമലുകൾ നമ്മൾ സമ്പാദിക്കണം. ഈ റമദാനൊക്കെ നമുക്ക് വിചാരിച്ചാൽ സാധിക്കും അല്ലേ. ഇപ്പൊ കുറച്ച് കഴിയുന്നില്ലേ, കുറച്ചൊരു ഈമാനിലേക്ക് എത്താൻ കഴിയുണ്ടാവും അല്ലേ, കുറച്ചെങ്കിലും വിചാരിച്ചാൽ കഴിയും ഇല്ലേ. ഇപ്പൊ നിസ്കാരായാലും നോമ്പായാലും ഒരു ദിക്കറാണെങ്കിലും എപ്പോഴും ദിക്കറില്ല, 1000 ദിക്കറിന്റെ പ്രതിഫലം. റമദാൻ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ദിക്കറിന്റെ 1000 ദിക്കറിന്റെ കൂലി എപ്പം സുബ്ഹാനല്ലാഹ് പറഞ്ഞത്, ഒരു സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് പറയും പോലെ പറയണം. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ഓരോ ദിക്കറുകൾക്കും 1000 പ്രതിഫലമാണ്. അപ്പൊ ഓരോ റക്കായത്തിനോ 100 റക്കായത്തിന്റെ പ്രതിഫലം, ഒരു റക്കായത്ത് നിസ്കരിച്ചു. അപ്പൊ എത്ര റക്കായത്ത് നിസ്കരിക്കുന്നു? ചിലവരൊക്കെ തറാവീനൊക്കെ പോയിട്ട് വെയ്യ എന്നാലും പോവും അല്ലേ. പക്ഷെ എന്തുകൊണ്ടാ പോകേണ്ടത്? പല കാരണങ്ങളാൽ. ചിലവർ ചോദിച്ചാളും നിങ്ങൾ ഇന്നലെ എവിടെയും, അതുകൊണ്ട് പേടിച്ചിട്ട് പോവുക. എന്നിട്ടോ നിങ്ങളെവിടെ ജാതി കുത്തിരിക്കുക പാവം. അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ, വരണ്ട. ആരാ പറഞ്ഞങ്ങനെ കഷ്ടപ്പെട്ട് വരാൻ? ആരേ പറഞ്ഞു. പക്ഷെ കഷ്ടപ്പെട്ടുകൾ വന്നു, ആ വന്നിട്ട് അത് കൂലി അടായാലോ, അതിന് വലിയ കട്ടല്ലേ. അതുകൊണ്ട് ആ പ്രതിഫലം നമ്മൾ കിട്ടണം. അള്ളാഹു നേർക്ക് നേർ ചിന്തിക്കുകയും നേർക്ക് നേർ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം അള്ളാഹു ഇഖ്ലാസാകുന്ന ബാറ്ററി നൽകി അതിനെല്ലാം പരലോകത്തെത്തുമ്പോൾ തക്കതായ പ്രതിഫലം നൽകപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. ചെയ്ത ഇബാദത്തുകളെല്ലാം അള്ളാഹു 700 മൈലധികവും ഇരട്ടി പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹങ്ങൾ കൊണ്ട് വാരിച്ചെറിഞ്ഞ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. അവസാനത്തെ 10ലേക്ക് എത്തുമ്പോൾ അള്ളാഹു പാപമോചനം നടത്തുന്ന ദിവസങ്ങളാണ്. ആ നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും പുറത്തു വന്ന് അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار.